എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെങ്കാശിയിലേക്കാണ് പോകുന്നത്. മെയിനായിട്ട് കുറ്റാലവും തെങ്കാശി ഗോപുരവും ഒക്കെ കാണാനും പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാനുമാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ തെന്മല ഡാമാണ്. അഞ്ചലിൽ നിന്നും കുളത്തൂപ്പുഴ വഴിയാണ് നമ്മൾ തെങ്കാശിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാടിൻ്റെ വന്യതയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലവും കൂടിയാണ് ഇത്. ഇതാണ് 13 കണ്ണറ പാലം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത അത്ഭുതകരമായൊരു സൃഷ്ടിയാണിത് കേട്ടോ. 13 കണ്ണറ പാലത്തിൻ്റെ മുകളിലൂടെ റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ കയറാൻ നമുക്ക് പറ്റില്ല കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കയറ്റി വിടുമായിരുന്നു. ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി എന്നെങ്കിലും ഇതിൻ്റെ മുകളിലൂടെ ട്രെയിൻ പോകുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി. ഈ ട്രെയിൻ അതിലെ മുകളിലൂടെ പോകുന്നതെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് എൻ്റെ വ്യൂസിനെ ഞാൻ കാണിക്കുന്നതാണ്. റോഡിൻ്റെ രണ്ട് വശങ്ങളിലും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ, എന്ത് ഭംഗിയാണത് കാണാൻ. അല്ലെ മലകൾ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ എപ്പോഴും ഇവിടെ ഇങ്ങനെ ചരക്ക് ലോറികളൊക്കെ എപ്പോഴും വന്നും പോയൊക്കെ നിൽക്കുന്ന ഒരു റൂട്ടാണ്. അതുമാത്രമല്ല ഇവിടെ ഉള്ള കുറച്ച് ഭാഗത്തേക്ക് ഈ റോഡിനധികം വീതിയും ഇല്ല കേട്ടോ. പിന്നെ ചെന്തുരുണി വന്യജീവി സങ്കേതം ഇവിടെയാണ്. പാലരുവിയും ഈ പ്രദേശത്ത് തന്നെയാണ്. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് പോകാൻ പറ്റിയ ഒരു വഴി വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് ഈ റൂട്ട്. കേരളത്തിൻ്റെ അതിർത്തിയെല്ലാം കടന്ന് ഇത് താഴെ കാണുന്നതാണ് നമ്മളുടെ തമിഴ്നാട്. ഇപ്പോൾ ഇത് കേരളമാണ്, പക്ഷെ അതിർത്തി കഴിഞ്ഞു കേട്ടോ. ഈ മലനിരകൾ കേരളവും താഴ്നിരകൾ താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ് തമിഴ്നാട്. അതിർത്തിയെല്ലാം കടന്ന് വളവും കഴിഞ്ഞ് നമ്മൾ താഴെ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് മസ്റ്റാണ് ഒരു മുഴം മുല്ലപ്പൂ. അതില്ലാതെ ഒരു തമിഴ്നാട് യാത്ര ചിന്തിക്കാൻ പോലും പറ്റില്ല. തമിഴ്നാട് കയറിയപ്പോൾ തന്നെ നല്ല ചൂട് കാറ്റായിരുന്നേ. ആദ്യം പുളിയറയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. രണ്ട് സൈഡിലും നല്ല പഴുത്ത് നിൽക്കുന്നതും പച്ച നിറത്തിലുമായിട്ടുള്ള നെൽപ്പാടങ്ങളുണ്ടായിരുന്നേ. എന്ത് ഭംഗിയായിരുന്നു അത് കാണാൻ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറ്റാലത്തേക്ക് വന്നു. കുറ്റാലത്ത് വന്നപ്പോഴത്തേനും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒത്തിരി വെള്ളമൊന്നുമില്ലായിരുന്നു. പിന്നെ അച്ചും ചുച്ചും ഒക്കെ അവിടെ നിന്ന് കുടിച്ചു. പിന്നെ ഞങ്ങളാണെങ്കിൽ കുറച്ച് കുട്ടി പർച്ചേസൊക്കെ നടത്തി. കമ്മലുകളും കരകൗശല വസ്തുക്കളും എന്ത് സാധനങ്ങളും തന്നെ ആവട്ടെ അതിനെല്ലാം നല്ല ലാഭത്തിൽ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് തെങ്കാശിയിലെ കാശി വിശ്വനാഥൻ ക്ഷേത്രത്തിലാണ്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഈ വലിയ തെങ്കാശി ഗോപുരം കണ്ടോ. പ്രത്യേകതരം ഒരു ഭംഗിയില്ലേ കാണാൻ. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. തമിഴ്നാടിൻ്റെ തനത് ദ്രാവിഡ വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും പ്രൗഢിയാണ് ഈ ഗോപുരം. ഇവിടുത്തെ കോവിൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അകത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ശിവഭഗവാന്റെ ക്ഷേത്രമാണ്. പിന്നെ കോവിലും ദർശനവും എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ഒരു ശാന്തതയാണ് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് കുറച്ച് കുട്ടി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണേ. ഒരുപാട് ഓർമ്മകളും നല്ല കാഴ്ചകളും സമ്മാനിച്ച ഒരു അടിപൊളി യാത്രയായിരുന്നു ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ട്രെയിൻ പോയപ്പോൾ വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഇത്രയുള്ളൂ. ചേട്ടാ ബൈ, സീ യു.